താലി. രചന അവതരണം നന്ദു അച്ചുകൃഷ്ണ. അതെ, എന്താ ഇവിടെ നടക്കുന്നേ? വെള്ളയപ്പവും ചിക്കൻ സ്റ്റൂവും ഇരുന്ന പാത്രം താഴത്തെ ടീപ്പോയിലേക്ക് വെച്ച് ഇളിയിൽ കൈയും കുത്തി ശ്രീകുട്ടി മുന്നിലേക്ക് കയറി നിന്ന് ചോദിച്ചു. ഏ? അതുവരെ പരസ്പരം എന്തൊക്കെയോ പറഞ്ഞ് ബഹളം വെച്ച് നിന്ന് രണ്ടുപേരും ചുറ്റും ആൾക്കാരുണ്ടെന്ന് ബോധം വന്ന പോലെ എല്ലാരെയും ഒന്ന് നോക്കി ചിരിച്ചു. സോറി, പെട്ടെന്ന് കണ്ടപ്പോ. സന്തോഷ് എല്ലാവരും നോക്കിയൊന്ന് ചിരിച്ചെന്ന് വരുത്തി, പ്രത്യേകിച്ചും നീലനെ. അത് കേട്ടതും എല്ലാവരും അവരോടൊപ്പം ചിരിച്ചും കൊണ്ട് കൂടി. എന്റെ കൂട്ടുകാരനാ. കുഞ്ഞിലെ സ്കൂളിലെ 5ാം ക്ലാസ് മുതൽ 9ാം ക്ലാസ് വരെ ഒത്തു പഠിച്ചത്. 10ലായപ്പോ ഇവനങ്ങ് പോയി. പിന്നെ കുറച്ചു കാലം കൂടെ കണ്ടിട്ടുണ്ട് അല്ലേടാ? പിന്നീട് ഇവരുടെ അവിടുത്തെ വീടൊക്കെ വിറ്റുപോയപ്പം ഇവൻ എന്നെ മറന്നു. പറഞ്ഞ അവസാനമായപ്പോഴേക്കും സതിയുടെ കണ്ണ് നിറഞ്ഞു പോയിരുന്നു. എടി കരയല്ലേ നീ? സന്തോഷ് അവളെ സ്നേഹത്തോടെ തോളിലൂടെ ചേർത്ത് പിടിച്ചു. ഞാൻ 9 കഴിഞ്ഞപ്പോഴാടി അച്ഛൻ മരിച്ചത്. പിന്നങ്ങോട്ട് അവിടെ അച്ഛന്റെ വീട്ടിൽ വല്ലാത്ത പാടായിരുന്നു. അടുത്ത സ്കൂൾ വർഷം ആയപ്പോഴത്തേക്കും ഇവിടുന്ന് അമ്മാവന്മാർ ഞങ്ങളെയും കൂട്ടിങ്ങി പോന്നു. അമ്മയുടെ ഷെയറിലൂടെ വീട്ടിലേക്ക് താമസവും മാറ്റി. അവിടെ ഉണ്ടായിരുന്ന വീടും പറമ്പും ഒക്കെ വിറ്റിട്ട് അമ്മ ചെറിയൊരു കട തുടങ്ങി. ബാക്കി ബാങ്കിലുമായി ഇട്ടു. പിന്നീട് അങ്ങോട്ട് എല്ലാം ഒന്ന് ഒത്തുകൊണ്ടുള്ള തിരക്കിലായിരുന്നു. ഇടയ്ക്കെപ്പോഴോ അച്ഛൻ മരിച്ചപ്പോ ഞാൻ അവിടെ വന്നപ്പോ നിന്നെ തിരക്കിയിരുന്നു. പക്ഷെ കാണാൻ പറ്റിയില്ല. സതി കണ്ണു തുടച്ചു. പക്ഷെ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം നിന്നെ കണ്ടപ്പോൾ എനിക്ക് എന്ത് സന്തോഷമായെന്നോ. ഇത്തവണ കണ്ണു നിറഞ്ഞത് സന്തോഷിന്റെ ആയിരുന്നു. പോടാ, എനിക്കാ സന്തോഷം കൂടുതൽ. അല്ലടി കുരുട്ടടക്കെ, എനിക്കാണ്. രണ്ടുപേരും നേർക്കുനേർ നോക്കി നിന്നു. പിന്നെ പൊട്ടിച്ചിരിച്ചു. എല്ലാവരും അവരെ കാണുകയായിരുന്നു. സതിയുടെ ബഹളങ്ങൾ അറിയുന്ന കുടുംബത്തിന് ഇതൊന്നും പുതുമയല്ലായിരുന്നെങ്കിൽ സന്തോഷിന്റെ മാറ്റത്തിൽ മായയും ദേവൂട്ടനും ഞെട്ടി നിൽക്കുകയായിരുന്നു. പൊതുവെ ഉൾവലിഞ്ഞ സ്വഭാവമാണ്. കഴിവതും എല്ലാവരും ഒരു ചിരിയിൽ സുഖവിവരം തിരക്കിപ്പോന്ന ആളാണെന്ന് കൂട്ടുകാരുടെ തോളിൽ കൈയിട്ട് ഉമ്മറത്തേക്കിരുന്ന് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പറയുന്നത്. ആന്റി എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? ഏയ് ഒന്നുമില്ല മോനെ. ആന്റി ഇനി അങ്കിളിനെയും പ്രതീക്ഷിച്ച് നിൽക്കുകയാണെങ്കിൽ ചുമ്മാതാ. എന്റെ അമ്മയും അങ്കിളിനെ അവിടുന്ന് അനങ്ങാൻ പോലും സമ്മതിക്കില്ല. മായ ഒന്ന് ചിരിച്ചു. നിങ്ങൾ കഴിക്ക്, ഞാൻ വീട്ടിലോട്ട് ചെല്ലട്ടെ. അമ്മ ഇപ്പൊ വന്നിട്ടുണ്ടാവും. രാവിലെ അവരെവിടെ പോയി മായമ്മേ? ശ്രീകുട്ടി ഒരു ഒഴുക്കിൽ ചോദിച്ചതും ശ്രീകുട്ടിനും നീലനും അവളെ ഞെട്ടി നോക്കി. നിങ്ങൾ ഇങ്ങനെ ഞെട്ടണ്ട. മായമ്മയാ പറഞ്ഞത് ആന്റിന്നൊന്നും വിളിക്കണ്ട, ദേവൂട്ടം വിളിക്കും പോലെ മായമ്മയെന്ന് വിളിച്ചോളെ. മായ തലയാട്ടി. ആന്റി, ഇവളെ സൂക്ഷിച്ചോ. സൂചി കയറ്റാൻ ഇടം കൊടുത്താൽ തൂമ്പ കയറ്റുന്ന സൈസാ പെണ്ണ്. നീ പോടാ ചേട്ടാ. ശ്രീകുട്ടി, നീലൻ വിളിച്ചതും അവളും മുഖവും കൂട്ടി ദേവൂട്ടിനൊപ്പം തന്നെ പുറത്തേക്കിറങ്ങി നടന്നു. മായ എല്ലാവരും നോക്കിയും ചിരിച്ചു. എന്നിട്ട് ഇറങ്ങാൻ നോക്കിയതും നീലൻ അവരെ ഒന്ന് നോക്കി. അദ്ദേഹത്തിന് എന്തോ പറയാനുണ്ടെന്ന് തോന്നിയ മായ അവിടെ നിന്നു. സതി നാളുകൾക്ക് ശേഷം കൂട്ടുകാരനെ കിട്ടിയ സന്തോഷത്തില. അതാ ഇങ്ങനെ. പൊതുവെ ഇമ്മിണി സംസാരപ്രിയയാണ്. ചില നേരം ശ്രീകുട്ടിയെക്കാളും ചെറുതാവും. ഉമ്മർത്ത് കെട്ടിയിട്ടിരിക്കുന്ന പടികളുടെ മുകളിലും താഴെയിരുന്നും എന്തൊക്കെയോ പറഞ്ഞു ചിരിക്കുന്നവരെ നോക്കി അദ്ദേഹം പറഞ്ഞു. ഭാര്യയെപ്പറ്റി പറയുന്ന ഓരോ വാക്കിലും സ്നേഹത്തിനപ്പുറം അവരോട് വല്ലാത്തൊരു വാത്സല്യമുണ്ടായിരുന്നു. മായ ചിരിച്ചും കൊണ്ട് മൂളിയതും അദ്ദേഹം അവരെ മറികടന്നു പോയി. വാതിലിലേക്ക് ഇറങ്ങി അവരെ ശല്യം ചെയ്യാതെ മറികടന്നു പോയതും സതി ഓടിപ്പോയി മായെ പിടിച്ചു നിർത്തി. എന്റെ പടവലത്തിന്റെ ഭാര്യയാണല്ലേ? എടി ഒന്ന് പോടാ. മായല്ലേ? നമുക്ക് വിശദമായി പരിചയപ്പെടാമേ. ഇപ്പോൾ ഞാൻ അവളെ കേൾക്കുന്നോണ്ടാ നിന്നെ ശ്രദ്ധിക്കാഞ്ഞെ. കുറെ വിശേഷമുണ്ട്, ഒക്കെ പറഞ്ഞു തീർത്തിട്ട് വരാട്ടോ. മായ ഒന്ന് തല ഉലുക്കി. എടാ പടവലം, നിനക്ക് എങ്ങനെയാടാ ഇത്രയും നല്ലൊരു പെങ്കുച്ചിനെ കിട്ടിയേ? നിന്റെ റേഞ്ചിന് ഇവള് കുറച്ച് കൂടുതലല്ലേടാ? എടീ കുരുട്ടടക്കേ. മായ രണ്ടുപേരെയും നോക്കി ചിരിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോയി. അമ്മ ഭയങ്കര എക്സൈറ്റഡ് ആണ് അല്ലേ അച്ഛാ? ഒരുപാട്. അച്ഛനും മകനും പിന്നെ അവിടെ നിന്നില്ല. അവരെ അവരുടെ ലോകത്ത് വിട്ടുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി. ഉച്ചയ്ക്ക് ഇങ്ങോട്ട് ഫുഡ് കൊണ്ടുവരണ്ട, എല്ലാരും അങ്ങോട്ടേക്ക് വന്നോളാമെന്ന് സതി പറഞ്ഞതുകൊണ്ട് തന്നെ മായ ഒക്കെ ഒരുക്കുന്ന തിരക്കിലായിരുന്നു. ഏതാണ്ട് 1:30 കഴിഞ്ഞപ്പോഴാണ് നീലനും ശ്രീകുട്ടും കൂടി അവിടെ നിന്ന് ഇറങ്ങിയത്. പിന്നെ രാവിലെ ദേവൂടിനൊപ്പം ഇറങ്ങിയ ശ്രീകുട്ടി ആ നേരമായിട്ടും തിരിച്ച് വീട്ടിലേക്ക് കയറിയിരുന്നില്ല. ഇതിനിടയിൽ സന്തോഷിനൊപ്പം സതിയും അവിടേക്ക് പോയിരുന്നു. ഈ അമ്മയും മോളെയും കൊണ്ട് തോറ്റു അല്ലേച്ചാ. രാവിലെ ഇവിടുന്ന് പോയതല്ലേ, നമ്മളെ പറ്റി ഒരു ചിന്തയുമില്ല. പണ്ടത്തെ കൂട്ടുകാരനെ കിട്ടിയപ്പോ അമ്മ പോയി, പുതിയ കൂട്ടുകാരനെ കിട്ടിയപ്പോ അവളും. അച്ഛനൊന്നും പറയാത്തോണ്ടാ രണ്ടും ഇങ്ങനെ. ശ്രീകുട്ടൻ പരിഭവത്തോടെ അച്ഛനെ നോക്കി. നിനക്ക് നിന്റെ അമ്മയെ അറിയാമല്ലോ.
സാധാരണ സ്ത്രീകളെ പോലെ അല്ല അവള്. ഇപ്പോഴും ശ്രീകുട്ടിയോളം അല്ലെങ്കിൽ അതിലും അല്പം കുറുമ്പ് അവൾക്കാണ്. എനിക്കും നിനക്കും അത് ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് അവൾ ഇങ്ങനെ പാറി പറന്ന് നടക്കുന്നു. എനിക്കങ്ങനെ ചിരിച്ചും കളി പറഞ്ഞു നടക്കുന്ന ഭാര്യയാണ് ഇഷ്ടം ശ്രീ. എന്റെ ഒരു ഇഷ്ടങ്ങളും അവളിൽ നിർബന്ധിച്ച് അടിച്ചേൽപ്പിക്കാൻ ഞാൻ ഇന്ന് വരെ ശ്രമിച്ചിട്ടില്ല. ഇനിയൊട്ടും ഉണ്ടാവുകയുമില്ല. അതുകൊണ്ട് തന്നെ ശ്രീകുട്ടി അവളും അമ്മുക്കുട്ടിയല്ലേടാ. അതുകൊണ്ട് എന്റെ മോളും ഇങ്ങനെയൊക്കെ തന്നെ ആയാ മതി. എനിക്ക് എന്റെ ഭാര്യയും മകളും എപ്പോഴും പെർഫെക്റ്റ് ആണ്. അവർക്ക് തൽക്കാലം നാട്ടുകാരുടെയും കുടുംബക്കാരുടെയും ഒന്നും സർട്ടിഫിക്കറ്റ് ഞാൻ ആവശ്യപ്പെടുന്നില്ല. അതൊട്ട് വേണ്ടാതാനും. ശ്രീകുട്ടൻ അഭിമാനത്തോടെ അച്ഛനെ നോക്കി. പിന്നെ ആൾക്കൊപ്പം നടന്നു. ചെന്നപ്പോഴേ അവരെ സ്വീകരിച്ചത് സന്തോഷിന്റെ അമ്മയാണ്. അവരുടെ സ്നേഹം നീലനെയും ശ്രീകുട്ടനെയും പെട്ടെന്ന് തന്നെ ആ വീടിന്റെ ഒരംഗമാക്കി. അല്പനേരം കഴിഞ്ഞതും കാര്യം പറഞ്ഞിരുന്ന മായയും സതിയും കൂടി അവരെ കഴിക്കാൻ വിളിക്കാൻ വന്നു. അമ്മ ഇവിടുത്തുകാരിയായോ ഇതിന്റെ ഇടയ്ക്ക്? ഓ, പണ്ടേ. ശ്രീകുട്ടന്റെ ചോദ്യത്തിന് അതേ രീതിയിൽ മറുപടി കൊടുത്തുകൊണ്ട് സതി നീലനൊപ്പം ചെന്നിരുന്നു. ഒരുപാട് സന്തോഷത്തിലാണല്ലോ. ഒരുപാട്. നീലനെ നോക്കി അവരൊന്ന് ചിരിച്ചു. കഴിക്കാം, എല്ലാം എടുത്തു വെച്ചു. മായയുടെ സ്വരമാണ് എല്ലാവരെയും വർത്തമാനങ്ങളിൽ നിന്നും വേർതിരിച്ചത്. കഴിക്കാൻ ഇട്ടിരുന്ന ടേബിളിൽ ഇലയിട്ടിരിക്കുന്ന കണ്ടതേ നീലന്റെ ശ്രീകുട്ടന്റെയും കണ്ണു തിളങ്ങി. അച്ഛനും മോനും സദ്യ എന്ന് കേട്ടാൽ ഏത് പാതിരാത്രിക്കും ഓടിയെത്തും. അതിൽ തന്നെ ശ്രീകുട്ടന് വാഴയിലയിൽ ചോറും വെളിച്ചെണ്ണയും ഉപ്പും കൂട്ടിക്കൊടുത്താൽ പോലും സന്തോഷമാണ്. അധികം സദ്യവട്ടങ്ങളൊന്നുമില്ല. പെട്ടെന്നായിരുന്നില്ലേ. ഈ ഞായറാഴ്ച നമുക്കിതിന്റെ കോട്ടം തീർക്കാം കേട്ടോ നീല. ശാരദാമ്മ പറഞ്ഞത് കേട്ടതും നീലൻ സതിയൊന്ന് നോക്കി. നിങ്ങൾ അച്ഛന്റെയും മോന്റെയും സദ്യപ്രേമം പറഞ്ഞപ്പോ ഇലയാക്കിയത് അമ്മ. ഇനിയൊരു സർപ്രൈസ് കൂടിയുണ്ട്. അത് കാണുമ്പോൾ ഇവിടെ ചിലരുടെ കിളികൾ പറക്കുന്നത് നേരിട്ട് കാണാന്നുള്ള സന്തോഷത്തിലാണ് ഞാൻ. കാര്യം മനസ്സിലാവാതെ അച്ഛനും മോനും പരസ്പരം നോക്കിയപ്പോഴേക്കും സന്തോഷം പുഞ്ചിരിയോടെ ചോറ് വിളമ്പാൻ തുടങ്ങി. വിശപ്പിന്റെ വിളി അത്യാവശ്യം നല്ലതായിരുന്നത് കൊണ്ട് തന്നെ അവരതിനെ കാര്യമാക്കാതെ കഴിക്കാൻ തുടങ്ങി. പരിപ്പ് വിളമ്പിയ പുറകെ നെയ്യ് ഒഴിക്കാൻ തുടങ്ങിയതും നെയ്യ് വേണ്ട, ശ്രീകുട്ടൻ ആ കയ്യിൽ പിടിച്ചു നിർത്തി. മോളിൽ കേട്ട് തല ഉയർത്തി നോക്കിയതും ശ്രീകുട്ടൻ ഞെട്ടിക്കൊണ്ട് പിന്നിലേക്ക് നീങ്ങി. താനോ? താനെന്താ ഇവിടെ? ഹഹഹ, കിളി പോയി. ശ്രീകുട്ടൻ പാടിയതും അവരെല്ലാവരും ഉറക്കെ ചിരിച്ചുപോയി. ഇതെന്റെ വീടാണ് സർ. ഇതെന്റെ പേരൻസും. സന്തോഷിനെയും മായയും നോക്കിയവൾ പറഞ്ഞത്. ഓ, ഓക്കെ. അവനൊന്ന് തലയാട്ടി. പിന്നെ മുന്നിൽ നിൽക്കുന്ന അച്ഛന് ആളെ പരിചയപ്പെടുത്തി കൊടുത്തു. ഇതെന്റെ സ്റ്റുഡന്റ് ആണ് അച്ഛാ, മൈത്രി. അദ്ദേഹം അവളെ നോക്കിയൊന്ന് ചിരിച്ചു. ശ്രീയേട്ടൻ ഞെട്ടിയല്ലേ? ഓ പിന്നെ, ഒന്ന് പോടി. ഉള്ളിലെ ചമ്മല് പുറത്തു കാണിക്കാതെ അവൻ ചോറ് കഴിച്ചു തുടങ്ങി. മോൾക്ക് ഇവനുണ്ടോ ക്ലാസ് എടുക്കാൻ? കഴിച്ചോണ്ടിരുന്നതിനൊപ്പം തന്നെയാണ് സതി അവളോടായിട്ടത് ചോദിച്ചത്. മറുപടി ഒരു തലയാട്ടലിനും പുഞ്ചിരിയുമേ കിട്ടുള്ളൂന്ന് ഈ നേരത്തിനുള്ളിൽ മനസ്സിലായ സതി അവളെ നോക്കി തന്നെ ഇരുന്നു. അതുപോലെ തന്നെയായിരുന്നു അവളുടെ മറുപടി. സന്തോഷിന്റെ മുറിച്ചു മാറ്റിയ രൂപമായിട്ടാണ് സതിക്ക് അവളെ ആ നിമിഷം തോന്നിയത്. എന്നാൽ ഈ സമയമെല്ലാം ശ്രീകുട്ടന്റെ മനസ്സിലൂടെ ഓരോന്ന് ഓടി തകർക്കുകയായിരുന്നു. കഴിച്ചു കഴിഞ്ഞവർ എഴുന്നേൽക്കാൻ തുടങ്ങിയതും ബ്രഹ്മസലി കൂടെയുണ്ടെന്ന് പറഞ്ഞ് അച്ചമ്മ അവിടെ പിടിച്ചിരുത്തി. മധുരമുള്ള ബോളി വിളമ്പി പായസം ഒഴിച്ചതും നീലനും ശ്രീകുട്ടനും ആഗ്രഹത്തോടെ അത് കഴിക്കുന്ന കണ്ടതും എല്ലാവരുടെയും മനസ്സ് നിറഞ്ഞു. അച്ഛനും മോനും മധുരപ്രിയരാ അല്ലേ സതി? കഴിക്കാനിരിക്കുന്നതിനിടയിൽ അച്ചമ്മ ചോദിച്ചു. ആണോന്നോ? അച്ഛനും മോനും മധുരം കണ്ടാൽ കമന്നു വീഴും. എനിക്കും മോൾക്കും എരിവാണ് കൂടുതൽ പ്രിയം. ആഹാ, ഇവിടുത്തെ പോലെ തന്നെയാണല്ലോ. അവനും മോൾക്കും മധുരമാണ് പ്രിയം. എനിക്കും മായ്ക്കും ദേവൂട്ടിനും എരിവും പുളിയുമൊക്കെ വേണം. അതുകൊണ്ടെന്താ, അച്ഛനും മോൾക്കും ഇറച്ചിയും മീനും അത്ര പിടുത്തമില്ല. പക്ഷെ ഞങ്ങൾക്ക് മൂന്നുപേർക്കും ഇറച്ചിയില്ലേലും മീനില്ല ഇച്ചിരി പാടാ. അച്ഛമ്മ അത് പറഞ്ഞതും സത്യാണമ്മേ, എനിക്കും മീനില്ലെങ്കിൽ പറ്റില്ല. സതിയും അവർക്കൊപ്പം ചേർന്നു. പിന്നെയും കുറെ നേരം ഇരുന്നിട്ടാണ് അവരൊക്കെ ഇറങ്ങിയത്. ശ്രീകുട്ടി എവിടെയമ്മേ? ദേവൂട്ടന്റെ ഒപ്പം ഇറങ്ങിയതാ മോനെ, പിന്നെ കണ്ടിട്ടില്ല. മായ ചുറ്റുപാട് നോക്കി പറഞ്ഞു. കൃഷ്ണ, എനിക്ക് പാടില്ല. രണ്ടുപേരോട് അതിനെ ഇന്ന് കൊല്ലുമോ? പരിചയമുള്ള പതിഞ്ഞ സ്വരം അല്പം ദൂരെ കേൾക്കെ ശ്രീകുട്ടൻ അങ്ങോട്ട് ചെന്നു. ഒപ്പം ബാക്കിയുള്ളവരും. നോക്കുമ്പോ കണ്ടു ആടിനെ പിടിച്ചു വലിക്കുന്ന ശ്രീകുട്ടിയും അവളെ അതിന് പ്രോത്സാഹിപ്പിക്കുന്ന ദേവൂട്ടിനെയും. കണ്ണു തള്ളി പുറകോട്ട് ഓടാൻ പായുന്ന ആടിനെ രക്ഷിക്കാൻ പാടുപെടുന്നവളെയും. ശ്രീകുട്ടി, എന്തായി കാണിക്കുന്നേ? ശ്രീകുട്ടൻ ഓടിപ്പോയി അവളുടെ കയ്യിൽ നിന്നും കയറ് പിടിച്ചു വാങ്ങി താഴെയിട്ടതും അത് പ്രാണനും കൊണ്ട് ഓടിപ്പോയി. ശ്രീയേട്ടാ, എന്തായി കാണിച്ചേ? എന്റെ കയ്യിൽ നിന്നും വാങ്ങണ്ടെങ്കിൽ കേറി പോകുന്നുണ്ടോ ശ്രീകുട്ടി? ചവിട്ടിത്തുള്ളി ദേഷ്യം പിടിച്ചു നിൽക്കുന്നവളുടെ മുഖത്തു നോക്കി ശ്രീകുട്ടൻ ദേഷ്യപ്പെട്ടതും
അവൾ എല്ലാവരെയും ഒന്ന് നോക്കി വീട്ടിലേക്ക് ഓടി. ഒപ്പം ദേവൂട്ടനും. എല്ലാവരും തിരിഞ്ഞ് വീട്ടിലേക്ക് നടന്നപ്പോൾ ഓടിപ്പോയ ആടിന് പുറകെ പോകാൻ നിൽക്കുന്നവൾ ശ്രീകുട്ടൻ കണ്ടു. മൈത്രേയി! അവന്റെ വിളിയിൽ അവൾ പെട്ടെന്ന് നിന്നു. കോളേജിലുള്ള തന്റെ കൂട്ടുകാരൊക്കെ ഇവിടെ വരാറുണ്ടോ? അവൾ എന്തോ അത്ഭുതം കേട്ട പോലെ ഇല്ലെന്ന് തലയാട്ടി. അല്ല, ഞാൻ തന്റെ അയൽക്കാരനാണെന്ന് തൽക്കാലം കോളേജിൽ അറിയണ്ട. അവൾ അതിനും തലകുലുക്കി ഒരു നിമിഷം അവിടെ നിന്നു. എന്നിട്ടും അവനൊന്നും പറയുന്നില്ലെന്ന് കണ്ട് ദൂരേക്ക് പോയ ആടിനു പിന്നാലെ അവൾ നടന്നു. അവളുടെ പോക്കും നോക്കിയിരുന്ന ശ്രീകുട്ടൻ പെട്ടെന്ന് തിരിഞ്ഞു നടന്നു. മൈത്രേയി, പഠിക്കാൻ ഈ കോളേജിൽ വന്നിട്ട് 6 മാസം കഴിഞ്ഞു. നേമത്തെ താമസിച്ചിരുന്നിടത്ത് നിന്ന് കോളേജിലേക്കുള്ള പോക്കുവരവ് പാടായതുകൊണ്ടാണ് അച്ഛനെ കൊണ്ട് ഇവിടെ ഒരു വീട് വാങ്ങിപ്പിച്ചത്. പഠിപ്പിക്കാൻ തുടങ്ങി ഏകദേശം 2 മാസത്തോളം കഴിഞ്ഞ് ഒരു പ്രോസസ്സിന്റെ പ്രോജക്ട് സബ്മിഷനിലാണ് ആദ്യമായി ആ പേര് ശ്രദ്ധിക്കുന്നത്. പേരിലെ വ്യത്യസ്തതയും ആകർഷിച്ചത് വില്യം വേർഡ്സ്വർത്തിന്റെ വരികൾ എഴുതിയ ആ അക്ഷരങ്ങളായിരുന്നു. മനോഹരമായ കൈപ്പട. വായിച്ചു പൂർത്തിയായപ്പോൾ തോന്നിയ സന്തോഷം വളരെ വലുതായിരുന്നു. പ്രോജക്റ്റിന് വേണ്ടി ചെയ്തതല്ല, മറിച്ച് കവിതയോടുള്ള ഇഷ്ടത്തിന്റെ പുറത്ത് എഴുതിയ വരികളാണെന്ന് വ്യക്തമാക്കുന്ന ഒരു ബുക്ക്ലെറ്റ്. പിറ്റേന്ന് ക്ലാസ്സിലെത്തി ആ കൈപ്പടയുടെ ഉടമയെ കണ്ടെത്താൻ വേണ്ടി നീലിമ മിസ്സിന്റെ ക്ലാസ് ചോദിച്ചു വാങ്ങിച്ചു. മിസ്സിനെ പ്രതീക്ഷിച്ചിരുന്നിടത്ത് എന്നെ കണ്ട കുട്ടികളുടെ ഞെട്ടൽ മാറാതെ എന്നെ പ്രോജക്റ്റിന്റെ പേപ്പർ കൊടുക്കാൻ തുടങ്ങി. അവസാനം എത്തിയപ്പോൾ മൈത്രേയി എന്ന് വിളിച്ചതും എഴുന്നേറ്റയാളെ താൻ ആകാംക്ഷയോടെ നോക്കി. എന്തോ അങ്ങനെ പ്രത്യേകതകളൊന്നുമില്ലാത്ത സാധാ ഒരു പെൺകുട്ടി. ആകെയുള്ളൊരു വ്യത്യാസം ഈ പോയ ദിവസങ്ങളിലൊക്കെ ക്ലാസ്സിൽ വന്നിട്ടും താനിക്കുട്ടിയെ കണ്ടിരുന്നില്ല എന്നതാണ്. അത്യാവശ്യം കാണാൻ ഭംഗിയുള്ള ബാച്ചലറായ ഒരു അധ്യാപകന് കിട്ടുന്ന എല്ലാ അറ്റൻഷനും തനിക്കും ആ കോളേജിൽ പഠിക്കുന്ന കുട്ടികളിൽ നിന്നും പലപ്പോഴും കിട്ടുന്നുണ്ടായിരുന്നു. പഠിപ്പിക്കുന്ന ക്ലാസ്സിലെ പല കുട്ടികളും അവരെ താൻ ശ്രദ്ധിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടാറുമുണ്ട്. ഈ പ്രായത്തിന്റെ പ്രത്യേകത അറിയാവുന്നത് കൊണ്ട് തന്നെ അതൊക്കെ തനിക്ക് ചിരിച്ചു തള്ളാവുന്ന വെറും നേരം പോക്കുകളായിരുന്നു. അതിൽ നിന്നൊക്കെ വ്യത്യസ്തയായ ഒരു പെൺകുട്ടി. പ്രോജക്റ്റ് നന്നായിരുന്നു എന്ന് പറഞ്ഞ് അഭിനന്ദിക്കുമ്പോഴും ആ കുട്ടി ഇനി പുതിയ വല്ല അഡ്മിഷനും ആണോ എന്നുള്ള തോന്നൽ മനസ്സിൽ നിന്ന് വിട്ടുമാറിയിരുന്നില്ല. അല്ലെങ്കിൽ പിന്നെ ഇത്രയും കാലം താൻ കാണാതിരിക്കുമോ? ആ സംശയം വെച്ച് മുന്നിൽ അവൾ വെച്ചിരുന്ന ബുക്ക് വെറുതെ ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ തീയതിയിട്ട് എഴുതി വെച്ചിരിക്കുന്ന ലെക്ചർ നോട്ട്സ് മനസ്സിലാക്കി തന്നു. ക്ലാസ്സിൽ അവളെ കാണാതിരുന്നത് താനാണെന്ന്. തനിക്കൊരു പുഞ്ചിരി നൽകി സീറ്റിലിരിക്കുന്നവളെ പിന്നീട് അങ്ങോട്ട് പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. പഠിപ്പിക്കുമ്പോൾ ക്ലാസ്സിൽ മാത്രം ശ്രദ്ധിക്കുകയും അല്ലാത്തപ്പോൾ ലൈബ്രറി ബുക്കിനിടയിലും മാത്രം കാണുന്ന ഒരാൾ. കൂട്ടുകാർ കൂടുന്നിടത്തോ ക്യാൻറ്റീനിലോ ഒന്നും അങ്ങനെ കണ്ടിട്ടില്ല. ആരവും ബഹളങ്ങളും ഒന്നുമില്ലാത്ത ഒരു സാധാ പെൺകുട്ടി. അവനൊന്ന് ചിരിച്ചുകൊണ്ട് വീട്ടിലൊക്കെ കയറി വരിക തന്നെ വാതിൽ സതി നിൽപ്പുണ്ടായിരുന്നു. മിത്ര മിത്ര ഒരു നല്ല കുട്ടിയാണ് അല്ലേ ശ്രീകുട്ട? മിത്രയോ? ഓ, മൈത്രേയി. അതെ, നല്ല കുട്ടിയാണ്. പക്ഷെ ഈ ശ്രീകുട്ടൻ എന്ന ശന്തനുവിന് സ്നേഹം മതി ലൈഫ് പാർട്ട്ണറായിട്ട്. അതുകൊണ്ട് സതിക്കുട്ടി ആവശ്യമില്ലാത്ത സ്വപ്നമൊന്നും കാണണ്ട. സതിയെ നോക്കി ചിരിച്ചുകൊണ്ട് ശ്രീകുട്ടൻ പെട്ടെന്ന് സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോയി. പുതിയ കഥയാണ്. പതിയെ പതിയെ നിങ്ങൾക്ക് കഥ ഒരുപാട് ഇഷ്ടമാവും കേട്ടോ. അതുകൊണ്ട് വായിക്കുന്ന എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണേ പോവാൻ. നന്ദി.